ലൈക്ക് ആൻഡ് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ചമയം ബ്യൂട്ടി ക്ലിനിക് രജനി ചമയം. പിന്നെ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റാണ്. അത് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതിനുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. കറ്റാർവാഴ ജെല്ല്, പിന്നെ വാസലിൻ, കോക്കനട്ട് ഓയിൽ, പപ്പായ, മഞ്ഞൾപ്പൊടി, കടലമാവ്, കുക്കുംബർ ഗ്രേറ്റ് ചെയ്തത്, അതിൻ്റെ ജ്യൂസ്, പിന്നെ തേന്, ഷുഗർ, കുറച്ച് ബട്ടർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഫേഷ്യലിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് വാസലിൻ ഇട്ട് ഫേസ് ഒന്ന് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇത് ഒരു 5 മിനിറ്റ് മസാജിങ് കൊടുക്കാം. സ്കിന്നിനൊരു മോയ്സ്ചറൈസറിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വാസലിൻ ഇട്ട് നന്നായിട്ട് മസാജ് കൊടുക്കുക. ഇത് തുടച്ചു മാറ്റുക. ശേഷം വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് മസാജ് കൊടുക്കാം. ഇതും തുടച്ചു മാറ്റാം. അതിനുശേഷം നമുക്ക് ഷുഗറും ഹണിയും പപ്പായയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജെല്ല്, പപ്പായയും കൂടി ഇട്ടുള്ള ഒരു സ്ക്രബ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഷുഗറും ഹണിയും പപ്പായയും പപ്പായ പീസായിട്ട് തന്നെ നമുക്ക് മസാജ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് മസാജ് കൊടുക്കുക. എന്ത് ചെയ്താലും നമ്മൾ കാതിലും കൂടെ ചെയ്യണം.
ഒരു പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണിത്. എന്ന് പറഞ്ഞാൽ ആരും പാർലറിൽ പോകാതിരിക്കരുത്. ഇത് നമുക്ക് തുടച്ചു കളയാം. ഇനി ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം. അതിനുശേഷം ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്സ് എടുക്കാം. അത് വീട്ടിൽ നമുക്ക് ബ്രാക്കറ്റ്സ് റിമൂവർ ഇല്ലെങ്കിൽ നമുക്ക് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് പപ്പായയും ബട്ടറും കൂടി മിക്സ് ചെയ്ത് ഒരു മസാജിങ് ക്രീം പോലെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇത് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് മസാജ് കൊടുക്കുക. നമുക്കിത് സ്വന്തമായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഇത് വീട്ടിൽ ചെയ്യിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പൊക്കെ നന്നായിട്ട് മാറും വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും. ഡ്രൈ സ്കിന്നിനൊക്കെ ഇത് ഏറ്റവും നല്ല ഒരു ഫേഷ്യലാണ്. ഇത് തുടച്ച് മാറ്റാം. തുടച്ച് മാറ്റാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, പക്ഷെ ബട്ടർ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് തുടച്ച് മാറ്റിയിട്ട് ചെയ്യാം. ഇത് തന്നെ നല്ലൊരു ഗ്ലോയൊക്കെ വന്നതുണ്ടല്ലേ ഫേസിൽ. ഇനി നമുക്കൊരു പാക്ക്. ഇത് കടലമാവും കുക്കുംബർ ഗ്രേറ്റ് ചെയ്ത ജ്യൂസും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണിത്. ഇത് അപ്ലൈ ചെയ്യാം നമുക്ക്. മഞ്ഞ ഒരു ലൈറ്റനിങ് കൊടുക്കും സ്കിന്നിന്. കടലമാവ്
സ്കിന്നിനെ ടൈറ്റ് ആക്കും. കുക്കുംബർ ജ്യൂസൊക്കെ ഒരു ഗ്ലോ കൊടുക്കും സ്കിന്നിന്. നമുക്ക് കണ്ണിൻ്റെ പോളയിൽ ഇടുന്നത് കൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല. ഇത് ഹെർബലായ കെമിക്കൽ ഫേഷ്യൽ അല്ലല്ലോ, അതുകൊണ്ട് കണ്ണിൻ്റെ അടിയിൽ ഇടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് ഉണങ്ങുന്നത് വരെ നമുക്കൊരു 10-15 മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പാക്ക് ഒന്ന് മസാജ് കൊടുത്ത് റിമൂവ് ചെയ്യണം. കഴിഞ്ഞിട്ടുണ്ട്, ഫേഷ്യൽ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇപ്പം ഫേസ് കണ്ടിട്ട്? റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു? ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ്. ഈ ഫേഷ്യലിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട്? പിന്നെ ഈ ഫേഷ്യൽ വീട്ടിൽ ചെയ്യാം, പക്ഷേ 100% റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ പാർലറുകളിൽ തന്നെ പോയി ചെയ്യണം. പിന്നെ അത്യാവശ്യം ഈ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, വീട്ടിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു പാർലറിൽ പോയി ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടുന്നത്. ഈ ഫേഷ്യൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ സമയത്തിൽ തന്നെ വരണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും റിസൾട്ട് കിട്ടും.